Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഇന്ന് ഡേ 5 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒറ്റ യൂസിൽ നമ്മുടെ മുടിക്ക് ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡേ 3 ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മുടിയുടെ ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കുന്ന പാക്കാണ്. അപ്പോൾ ആ പാക്ക് ചെയ്തിട്ട് എന്തായാലും നമ്മുടെ മുടി കുറച്ച് ഓയിലി ആയിട്ട് ഒട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാനിതാ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ 1 സ്പൂൺ അളവിൽ മതി. ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 സ്പൂൺ അളവിലൊക്കെ ഉലുവ എടുക്കാം. പിന്നെ ഉലുവയുടെ കൂട്ടത്തിൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നും 1 സ്പൂൺ അളവിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഉഴുന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടാൻ നന്നായിട്ട് ഉഴുന്ന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ ചെറുപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൂന്നും നമ്മളൊരു നാച്ചുറൽ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് 3 നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നൈറ്റ് ഇതുപോലെ തന്നെ വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട ഉഴുന്നും പിന്നെ ചെറുപയറും ഉലുവയൊക്കെ നല്ല സെറ്റായിട്ട് കുതിർന്നിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുതിർക്കാനിട്ട വെള്ളമില്ലേ, ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം പോരെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ചേർക്കാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാനിട പിറ്റേ ദിവസം ആകുമ്പോൾ തലേ ദിവസം ആവുമല്ലോ. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ തണുപ്പായതുകൊണ്ടാണ്, പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പോൾ കഞ്ഞിവെള്ളം പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ പാക്കിൽ ഉലുവയുള്ള കാരണം പിന്നെ നമ്മളിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല, നമ്മളങ്ങനെ അടുപ്പിച്ച് നിർത്തി അരക്കില്ല. അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിക്കായി വരും കേട്ടോ. ഞാൻ ഇന്ന് പാക്ക് കുറച്ച് ലൂസാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരുപാട് ഹെവി ആയിട്ടുള്ള പാക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ള സമയമാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാക്ക് തുണി ഉപയോഗിച്ചിട്ട് അരിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഉലുവയുടെ പാക്ക് എല്ലാവർക്കും അരിക്കാൻ കുറച്ച് മടിയാണെന്ന് അറിയാം. അപ്പം എന്നാലും നിങ്ങൾ അരിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. അരിക്കാതെ നമ്മുടെ ഒരു പാക്കും നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒറ്റ യൂസിൽ ഉള്ളു തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഉള്ള മുടി ഉണ്ടല്ലോ, അതൊരു ഡബിൾ ആയതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പാക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഉഴുന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും. നമുക്ക് വേറെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഈ അരിച്ചെടുക്കാൻ ലേശം പണിയുണ്ട് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ലൈനിങ്ങിൻ്റെ തുണിയില്ല, ഞാൻ അത് ഇതിപ്പോൾ അതല്ല കേട്ടോ. ഇതൊരു പിന്നെ ടീഷർട്ട് അല്ല, നമ്മളെ ബനിയൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ആ തുണി തീർന്നു. ഞാൻ അത് വാങ്ങിക്കും കേട്ടോ കടയിൽ നിന്ന്. ഇങ്ങനെ ലൈനിങ്ങിൻ്റെ തുണിയില്ലേ, നമ്മളെ കോട്ടൻ്റെ തുണിയില്ല, അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ചാൽ നമുക്ക് അരിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഷിഫോണിൻ്റെ ഷോളില്ലേ, അതെടുത്താലും മതി. പഴയ ഏതെങ്കിലും തുണി അലക്കി വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് കുറച്ചും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ലൂസാക്കിയതാണ്. ഉലുവയുള്ളത് കൊണ്ട് നമ്മൾ വെക്കുന്തോറും കുറച്ച് തിക്കായി വരും. അപ്പോൾ ലൂസ് ഫോമിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നിങ്ങൾ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് നിങ്ങൾ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിൽ തേച്ചിട്ട് മാത്രമേ ഈ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ മുടി ഇപ്പോൾ ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ മറ്റേ തേങ്ങാപ്പാലും അലവേറയും ഉപയോഗിച്ചിട്ടുള്ള പാക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഓയിലി ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. പാക്ക് ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ തേച്ചാൽ മതി. പാക്ക് തേക്കേണ്ടത് അറിയാലോ, സെക്ഷനായിട്ട് മുടിയെടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. ആദ്യം സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിലേക്കും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഡ്രൈ ഹെയറുകാരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് പാക്ക് ഉപയോഗിച്ചാലും മുടി കഴുകി കഴിഞ്ഞാലും നിങ്ങൾ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറഞ്ഞ അളവിൽ ഓയിൽ തേക്കണം.
എല്ലാവരുടെയും ഹെയർ ടൈപ്പ് ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് ഓയിൽ തേക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓയിലി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് മുടിയിൽ ഓയിൽ തേക്കാത്തത്. കാരണം ഈ പാക്ക് അത്യാവശ്യം മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് മുടി കൊഴിച്ചലിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ വെച്ച് ഈ പാക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുടി വളരാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. മുടിയിൽ ജസ്റ്റ് ഒന്ന് മേലെ കൂടെ തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. എന്നിട്ട് കഴുകാം കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരം വെച്ചിട്ടാണ് കേട്ടോ പാക്ക് കഴുകുന്നത്. പാക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആയാൽ നമുക്ക് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരമൊക്കെ നിങ്ങൾ വെച്ചാൽ മതി. കഴുകുന്നത് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. നമ്മൾ വേറെ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ വേഗം കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യരുത്. ഒരു 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ മുടിയും പാക്കും ആദ്യം നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലൊക്കെ എന്തായാലും ഉലുവ ആയതുകൊണ്ട് പശുവശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴുകി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ബക്കറ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാക്ക് എന്തെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ പിന്നെ പാക്കിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. പിന്നെ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം മാറ്റിയിട്ട് ചെയ്യണം. പിന്നെ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ പിന്നീടും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ മുടി കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ 5ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രൈ ഹെയറുകാരാണെങ്കിൽ മുടിയിൽ ഓയിൽ ഉണ്ടെങ്കിൽ കൂടിയും കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് മാത്രമേ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ കുറഞ്ഞ അളവിൽ എടുത്തിട്ട് മുടിയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഹെയർ സെറം തേച്ച് കൊടുത്താലും മതി. ഡ്രൈ ആയി എന്ന് വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. നൈറ്റ് ഹെയർ കെയർ എന്താന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമന്റിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീകി ഹെയർ സെറം എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് മുടിയിൽ സ്കാൽപ്പിൽ തേച്ച് ഒന്ന് മസാജ് ചെയ്തിട്ട് ചീകി കെട്ടി വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നൈറ്റ് ഹെയർ കെയറും മോർണിംഗ് ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചലഞ്ചിൽ 6ാമത്തെ ദിവസം നമ്മൾ ഹെയർ പാക്ക് ചെയ്യാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ട് എങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പാക്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി. മുടി കഴുകുന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം കഴുകണ്ട. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.